എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇത് വീഡിയോ എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ റോഡ് പണിയൊക്കെ കഴിയുമ്പോഴേ വരുന്ന വരവ് കണ്ടാൽ എന്തുവാന്നറിയാൻ വയ്യ. ഓരോ ബൈക്കുകാരും ഓരോ വണ്ടിക്കാരും, പ്രത്യേകിച്ച് ഈ ശബരിമലയിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാരുടെ വണ്ടി എന്ന് വെച്ചാൽ അതിലെ ലൈറ്റ് ഭയങ്കര പവറാണ്. ഒരു ശകലം പോലും അവർ ഡിം ചെയ്ത് വരത്തില്ല. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇന്ന് ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ട് ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്ന വഴിക്ക് കണ്ട. ഇതെപ്പം നടന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വന്ന സമയത്ത് കണ്ട ഒരു കാറും ഒരു ടിപ്പറും കൂടി ഇടിച്ചു കിടക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നുണ്ട്. എന്നാണോ, ഇതൊരു കാറും ഒരു ടിപ്പറും ഈ അടുത്ത സമയത്തെങ്ങാണ്ട് ഇടിച്ചാണോ. ആരുടെ കുഴപ്പമാണെന്നൊന്നും അറിയത്തില്ല. അതാണ് രാവിലെ ഞാൻ കോന്നിക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച. അപ്പോൾ വണ്ടി ഓടിച്ചൊക്കെ പോകുന്നവർ ദയവ് ചെയ്ത് ഒരു ലിമിറ്റഡ് സ്പീഡിൽ പോകാൻ ശ്രമിക്കുക. ഈ റോഡിൽ കൂടെ ഇത് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ സൈഡിലെ നമ്മുടെ ഇളകൊള്ളൂർ പാലം ജംഗ്ഷനിലെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതിലെ വരുന്നവർ ഒരുപാട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ സ്കൂൾ ബസ്സുകാർ പിള്ളേരെവിടെ നിൽക്കുന്നത് വെച്ചാൽ അവിടെ നിർത്തിയേ അവിടെ ആ വണ്ടി നിർത്തുന്നത്. അതാ അവരുടെ വേറൊരു പ്രശ്നം. എന്നാൽ ആ സ്റ്റോപ്പുള്ളിടത്ത് പിള്ളേരോട് നിൽക്കാൻ പറഞ്ഞാൽ അവർ നിൽക്കത്തില്ല. അതുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് പിള്ളേരെ അങ്ങ് നിർത്തിക്കറ്റുക. പിള്ളേരെവിടെ നിൽക്കുന്നത് വെച്ചാൽ അവിടെ. അതായത് ബസ്സുകാരാണെങ്കിലും സ്കൂൾ ബസ്സായാലും ഏത് ബസ്സായാലും ബസ് സ്റ്റോപ്പിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇച്ചിരി മാറി എല്ലാവരും കൂടെ ഒരിടത്ത് നിന്ന് കയറുന്ന ഒരു പരിപാടിയൊന്നുമില്ല. ഇപ്പം അങ്ങോട്ട് പോകുമ്പം വേറൊരു കാഴ്ച അവിടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം, നിങ്ങൾ നോക്കിക്കോളൂ. എല്ലാ സ്കൂളും ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഒരു സ്കൂൾ ബസ്സാണ്, മൗണ്ട് ബദനിയിലെ വണ്ടിയാണ്. കണ്ടോ, ഈ മഞ്ഞ വരയുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ വളവിൽ ഓവർടേക്ക് ചെയ്യല്. ഇവിടെ ഒരു ആക്സിഡന്റ് നടന്ന സ്ഥലം കൂടാണ്. നമ്മുടെ ഇളകൊള്ളൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയുടെ മതിലിടിച്ചിളക്കിപ്പോയ ഒരു സംഭവം ഒരു വർഷത്തിന് മുന്നേ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഇതിൽ വരുന്നവർ ദയവ് ചെയ്ത് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക.